സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം. സഹോദരങ്ങളെ, ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട്. ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. കർത്താവെ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു, ഞങ്ങളിൽ വന്ന് നിറയണമേ. ദൈവഭക്തൻ്റെ സന്തോഷം. 112 സങ്കീർത്തനം. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും, സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. അവൻ്റെ ഭവനം സമ്പദ് സമൃദ്ധമാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല. അവൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. അവൻ്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും. അവൻ ഭയപ്പെടുകയില്ല. അവൻ ശത്രുക്കളുടെ പരാജയം കാണും. അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ അഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കും. ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു, പല്ലിറുമുന്നു. അവൻ്റെ ഉള്ളുരുകുന്നു. ദുഷ്ടൻ്റെ ആഗ്രഹം നിഷ്ഫലമാകും. ദൈവജനമേ, സങ്കീർത്തനം 112 അധ്യായം നമ്മെ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നവരുടെ സന്തോഷം, ഭക്തി, ദയ, നീതി, ദയാപരമായ പ്രവൃത്തികൾ എന്നിവയെപ്പറ്റി ആഴത്തിലുള്ള ബോധ്യം നൽകുന്നു. സങ്കീർത്തനം പറയുന്നത് പോലെ കർത്താവായ യേശുവിൻ്റെ ഭക്തൻ ജീവിതത്തിൽ ഭയപ്പെടുന്നേയില്ല. അവൻ്റെ പുതുമയുള്ള മനസ്സ് കാലങ്ങളായി പ്രശംസിക്കപ്പെടും. ഈ വരികൾ ഭക്തിയുടെ ശക്തി, ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം, സൗഹൃദപരമായിട്ടുള്ള പെരുമാറ്റം, മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണ എന്നിവയെ ചുറ്റിപ്പറ്റി ചിന്തിപ്പിക്കുന്നു. സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം എത്രയും മനോഹരമാണ്. ദൈവസ്നേഹമുള്ളവർക്കുള്ള അവകാശവും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷണങ്ങൾ, സമൂഹത്തിൽ പ്രയാസങ്ങൾ എന്നിവയെക്കുറിച്ച് സങ്കീർത്തകൻ ആത്മാർത്ഥമായി പ്രസംഗിക്കുന്നു. കാലം മാറിയിട്ടും മനുഷ്യരുടെ ജീവിതം പ്രതിസന്ധികളിൽ നിറഞ്ഞതാണ്. എന്നാൽ ദൈവസഹായം എന്നും അതിജീവനത്തിനും പ്രത്യാശയ്ക്കും നൽകുന്നു, വഴിയൊരുക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം സഹോദരങ്ങളെ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം എത്ര പ്രാവശ്യമാണ് ദൈവസഹായം തേടുക? ജോലി, കുടുംബം, സാമ്പത്തിക വെല്ലുവിളികൾ, രോഗപീഠകൾ എന്നിവ നമ്മെ അലട്ടുമ്പോൾ, നമ്മെ തകർച്ചയിലാഴ്ത്തുമ്പോൾ നാം പലപ്പോഴും ദൈവസഹായം മറക്കാറില്ലേ? എന്നാൽ സങ്കീർത്തനം 112 നമ്മെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ ഭക്തൻ തൻ്റെ നല്ലതും നീതിയുള്ളതുമായ പ്രവൃത്തികൾ കൊണ്ട് ആളുകളുടെ ഇടയിൽ പ്രശംസിക്കപ്പെടും. നമുക്ക് മറ്റുള്ളവരുടെ സഹായത്തിനും ദയയ്ക്കും സത്യസന്ധമായ പ്രവർത്തനത്തിനും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. പുതിയ നിയമം പഠിപ്പിക്കുന്ന നല്ല പാഠം ഇതാണ്. കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നവർ സങ്കീർത്തനത്തിലെ വാക്കുകളെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം, പ്രാർത്ഥന, സമർപ്പണം ഇവയിൽ പൂർണ്ണത കൈവരിക്കും. യേശു സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നതുപോലെ പരിശുദ്ധി, കരുണ, ഭക്തി, ക്ഷമ എന്നിവ ജീവിതചര്യയാക്കി മാറ്റുന്നത് സത്യസന്ധമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. ഇത്തരം ജീവിതശൈലി നമ്മെ ഇന്നത്തെ പാപഭംഗിലമായ ലോകത്തിൽ കരുത്തുറ്റവരാക്കി മാറ്റുന്നു. സമൂഹത്തിലെ അനീതികൾ, മാനസിക സമ്മർദ്ദങ്ങൾ, സ്വാർത്ഥത എന്നിവ മനസ്സുകളെ വലിച്ചിഴയ്ക്കുമ്പോഴും സങ്കീർത്തനത്തിലെ പാഠങ്ങൾ നമ്മെ ദൈവസ്നേഹത്തോട് ഉള്ള നിശ്ചയപ്രദമായ ബന്ധത്തിൽ നിർത്തുന്നു, ആഴത്തിൽ നമ്മെ ബന്ധിപ്പിക്കുന്നു.
നിത്യമായ നമ്മുടെ ജീവിതത്തിൽ ഈ സന്ദേശം അനുസരിച്ച് നീതി, കരുണ, സത്യസന്ധത, ദയ എന്നിവ നാം അഭ്യസിക്കുമ്പോൾ നമ്മൾക്ക് പുതിയ ആത്മീയ ശക്തി, പുതിയ ആത്മീയ ബോധ്യം ലഭിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിന് നാം തയ്യാറാകേണ്ടതിൻ്റെ നിർദ്ദേശം സങ്കീർത്തനം 112 വ്യക്തമാണ്. നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത, കരുണ, ഭക്തി എന്നിവ നടപ്പാക്കുന്നതിലൂടെ നാം കർത്താവായ യേശുവിൻ്റെ അടുക്കൽ എത്താനും കർത്താവിൻ്റെ രണ്ടാം വരവിന് പൂർണ്ണമായി നല്ല ഒരുക്കത്തോടെ തയ്യാറാവാനും നമുക്ക് സാധിക്കും. അതിനുള്ള ആഹ്വാനമാണ് ഈ സങ്കീർത്തന ഭാഗം. ദൈവസ്നേഹം നമ്മളെ എപ്പോഴും പിന്തുണച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിത്യജീവിതത്തിലെ ദൈവസ്നേഹവും ഭക്തിയും നമുക്ക് പ്രത്യാശയും സന്തോഷവും നൽകട്ടെ. സങ്കീർത്തനം 112 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ കരുണയും വിശ്വാസവും കാലങ്ങൾക്ക് മീതെ പ്രശംസിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു. നാഥ, തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആബാപിതാവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ, പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ. നാഥ, നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.